നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലേബർ ലോസിനെ പറ്റിയാണ്. ഒരു എംപ്ലോയിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു എംപ്ലോയി ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അയാളെ പിരിച്ചുവിടുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു മാസത്തെ റിട്ടേൺ നോട്ടീസ് നൽകണമെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, റിൻട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, അതായത് അയാളെ ഈ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി അയാളെ പിരിച്ചുവിടുകയാണെങ്കിൽ അയാൾക്ക് 15 ദിവസത്തെ വേതനം ഓരോ വർഷം അയാളുടെ സർവീസ് എത്രയുണ്ടോ അതിന് ഓരോ വർഷവും 15 ദിവസത്തെ വേതനം അയാൾക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കണം. ഒരു 5 വർഷം സർവീസുള്ള ആളെ നോട്ടീസ് അത് കോമ്പൻസേഷനോ ഇല്ലാതെ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ആ ടെർമിനേഷൻ വാലിഡ് അല്ല, അതിൽ നിയമത്തിൽ നിയമസാധുത ഇല്ല. പിന്നെ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി പിരിച്ചുവിടുമ്പോൾ അവസാനം ഹയർ ചെയ്തയാളെ ആദ്യം പിരിച്ചുവിടുകയും ആദ്യം ഹയർ ചെയ്തയാളെ ഏറ്റവും അവസാനം പിരിച്ചുവിടുകയും വേണം. അതിന് എതിരായിട്ട് ഇപ്പോൾ ജൂനിയറെ നിലനിർത്തുകയാണെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ എംപ്ലോയർ നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ടെർമിനേഷൻ നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഈ പിരിച്ചുവിട്ട ഈ റോളുകളിലേക്ക്, ഈ പൊസിഷനിലേക്ക് ഒരു വർഷത്തിനകം ആളുകളെ എടുക്കുകയാണെങ്കിൽ പിരിച്ചുവിട്ടവർക്കായിരിക്കണം മുൻഗണന എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ കാരണം ആരെങ്കിലും പുറത്താക്കുകയാണെങ്കിൽ അയാൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുകയും അയാളുടെ നടപടിക്കെതിരെ ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. എന്നിട്ട് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ട് മാത്രമേ അയാളെ പിരിച്ചുവിടാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ഇൻറ്റേർണൽ അന്വേഷണം ഇല്ലാതെ അയാളെ പിരിച്ചുവിടാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. പിന്നെ ഒരാൾ യൂണിയനിൽ ചേർന്നുകൊണ്ട് അയാളെ പിരിച്ചുവിടുകയാണെങ്കിലോ അയാൾ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് അയാളെ പിരിച്ചുവിടുകയാണെങ്കിലോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ഒരുപക്ഷെ അയാൾ ശമ്പളത്തെ പറ്റിയോ എന്തെങ്കിലും ആനുകൂല്യങ്ങളെ പറ്റിയോ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ പറ്റിയോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അയാൾ ജാതിയുടെയോ പിന്നെ ജെൻഡർ ലിംഗത്തിൻ്റെയോ അയാളുടെ അംഗവൈകല്യങ്ങളുടെ പേരിൽ എന്തെങ്കിലും അയാൾ ഡിസ്ക്രിമിനേഷൻ നേരിടുകയാണെങ്കിൽ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്ത നിമിത്തം അയാളെ പിരിച്ചുവിടാൻ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്ത നിമിത്തം ഒരു എംപ്ലോയിയെ പിരിച്ചുവിടാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. പിന്നെ ഒരു എംപ്ലോയറുമായിട്ട് എന്തെങ്കിലും ഒരു തർക്കം, എന്തെങ്കിലും എംപ്ലോയറിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു എംപ്ലോയി, അത് കോടതിയിലാണ്, കേസ് കോടതിയിലാണെങ്കിൽ, കോടതിയിലോ ട്രൈബ്യൂണലിലോ ആണെങ്കിൽ ആ ട്രൈബ്യൂണലിൻ്റെ അനുവാദമില്ലാതെ ആ എംപ്ലോയിയെ പിരിച്ചുവിടാൻ പാടുള്ളതല്ല. അത് നിയമവിരുദ്ധമാണ്. എംപ്ലോയിക്ക് തിരിച്ച് കയറാനുള്ള അവസരമുണ്ട്. പിന്നെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓരോ കമ്പനിക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കൊടുക്കും. ഓരോ എംപ്ലോയീസിന് കൊടുക്കാനുള്ള അവകാശങ്ങളെ പറ്റിയും ഒക്കെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കൊടുക്കും, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. ആ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഒരിക്കലും ലംഘിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ
ഒരു എംപ്ലോയിക്ക് ഇങ്ങനെ നിയമവിരുദ്ധമായ എന്തെങ്കിലും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം? ഒന്ന്, അവർക്കൊരു ലീഗൽ നോട്ടീസ് കൊടുക്കാം എംപ്ലോയറിന്. പിന്നെ നമുക്ക് ലേബർ കമ്മീഷണറിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ലേബർ കോർട്ടിലോ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലോ സമീപിക്കാം. പുനർനിയമനവും കോമ്പൻസേഷനും ഇതൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ നിയമപ്രകാരം ഒരു എംപ്ലോയിയുടെ അവകാശം.